എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഈ വരുന്ന ചൊവ്വാഴ്ചയോടെ ആരംഭിക്കും. അത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അഡ്മിഷൻ എന്ത് ചെയ്യും? തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ 29-ാം തീയതി വൈകിട്ട് 5 മണി, അത് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ അവസാനിക്കുമ്പോൾ ചൊവ്വാഴ്ച 30-ാം തീയതിയോടുകൂടി എന്ത് ചെയ്യും? സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നത് ആദ്യം നോക്കാം. ചൊവ്വാഴ്ച മുതൽ അപേക്ഷ വിളിക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നൽകാൻ എന്തുണ്ടായിരുന്നില്ല, അത് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. സെക്കൻഡ് ട്രാൻസ്ഫറിന് നിങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാം. ഇനി സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അവർക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ അവസരം ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് സർക്കുലർ വന്നാലേ പറയാൻ പറ്റും. ഇനി എങ്ങനെ അപേക്ഷിക്കാം നോക്കാം. അതിന് hscap.kerala.gov.in hscap എന്ന 5 അക്ഷരം ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുക. ശേഷം അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് ആണ്. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഉണ്ടെങ്കിലും അത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലിങ്കാണ്. നിങ്ങൾക്കുള്ള ലിങ്ക് വേറെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അത് വന്നു കഴിയുമ്പോൾ അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതിൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കുകയും ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസുകൾ വരും വീഡിയോയിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.